ഹലോ ഗൈസ്, നമ്മളിന്ന് കുറച്ച് അഡ്വഞ്ചർ യാത്ര പോകുമ്പോൾ അതും കുറച്ചൊന്നല്ല, കുറച്ച് അധികം അഡ്വഞ്ചർ. അപ്പൊ വീഡിയോ സ്കിപ്പ് അടിക്കാതെ ഫുൾ ഇരുന്ന് കണ്ടു. നമ്മളോട് ഹോസ്റ്റലിലേക്ക് ഒരു കുറേ സായെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇതുവരെ പോയിട്ടില്ല ഗൈസ്. പോട്ടെ സംഭവം ഞാൻ ഒറ്റയ്ക്കല്ല ഗൈസ് പോണത്, നമ്മളെ ചെക്കന്മാരെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. സ്റ്റോറിയിലെ കണ്ടു. ഇതിന്റെ അടുത്തുള്ള വേറെ കുറച്ച് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ടില്ല ഗൈസ്. നമുക്കിവിടെ ഉള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ പോണ വഴി അതുപോലെ തന്നെ അട്ടകളാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ അട്ടകൾ ഉണ്ടാവും. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കാണുന്ന കോപ്പറങ്ങളൊക്കെ ഇവിടെ കാട്ടി അവിടെ എത്തുമ്പോഴേക്കും സംഗതി ഇട്ടാവും. സംഗതി എന്തൊക്കെ പറഞ്ഞാലും അവിടുത്തെ ഏരിയ നൈസാണ്. പക്ഷെ അവിടുന്ന് എന്തെങ്കിലും കാട്ടി അടിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആളെ താഴത്ത് നോക്കിയാൽ മതി. അടിക്ക് നോക്ക്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല ഗൈസ്. കാരണം എപ്പോഴും ഓരോ ചാടി പോകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഭാഗത്ത് വലിയ കുണ്ടാണ് ഗൈസ്. നമുക്ക് പോകാനുള്ള റൂട്ടൊക്കെ പക്കയെന്നു. പക്ഷെ പോണേന്റെ ഇതുപോലത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളൂ. എന്റെ കയ്യിൽ ക്യാമറ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ സേഫ് ആവാൻ വേണ്ടി ഒരുത്തിന് മുമ്പിൽ വിട്ട് അവനിപ്പോ തന്നെ പാടായനെ. ഇനി ആ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മളിപ്പോ പോകാൻ പോണത് ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലമാണ്. ഇടുക്കി ജില്ലയിലെ പേരറിയാത്തൊരു സ്ഥലം. പക്ഷെ ഇവിടുത്തെ റൂട്ടൊക്കെ കണ്ടിട്ട് അത്യാവശ്യം ആൾക്കാർ വന്നു പോണ സ്ഥലമാണ്. നമുക്ക് കുറച്ച് ദൂരം പോയപ്പോഴൊന്നും കുഴപ്പമുണ്ടായില്ല ഗൈസ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുള്ള് കാട് വെട്ടി തെളിച്ചുള്ള പോക്കേന്നു. പോവല്ലേ? വഴിയുണ്ടോ? വഴി ഉണ്ടാക്കുന്നില്ല. അല്ലാതെന്താ പിന്നെ നമ്മൾ കാട് വെട്ടി തളിച്ചുള്ള പോക്ക. അതാണെങ്കിൽ 1.5 പോക്കേന്നു കൈ. കാരണം എന്താ വെച്ചാൽ അപ്പൊ തന്നെ ഓരോ അട്ടകൾ അവിടെ ഇവിടെയും കടിക്കലോടി. ഓരോത്തിന് ആ ചെടിയുടെ ഇല കൊണ്ടിട്ടാണെങ്കിൽ മുറിയാവലും. അങ്ങനെ നമ്മളെല്ലാം സഹിച്ച അവസാനം എത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയത് ഒരു പാറേന്റെ മുകളിലാണ്. അവിടെ നോക്കി അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ നോക്കി നമ്മൾ പഠിക്കുന്ന കോളേജ് പ്ലസ് ഹോസ്റ്റൽ ഒക്കെ കാണാം ഗൈസ്. ആ കാണുന്ന ബിൽഡിംഗ് ആണ് ഗൈസ് നമ്മുടെ ഹോസ്റ്റൽ. കാണുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ആ കാണുന്ന ബിൽഡിംഗ് ആണ്. അതിനിടയ്ക്ക് ഇതൊരു കാടൊക്കെ മാറി പൊന്തേനായിട്ട് കൂടി വരുന്നത്. പുള്ളിക്കാരെ പിന്നെ ലേറ്റസ്റ്റ് വരുന്ന കൂട്ടത്തില്ല. ഏതായാലും ബിൽഡപ്പ് ഒക്കെ ഇട്ട് വരുന്നുണ്ട്. ഇനിയാണ് ഗൈസ് അടുത്ത ചലഞ്ച് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ ഏതോ മലേന്റെ മുകളിലാണ്. പക്ഷെ ആക്ച്വലി നമുക്ക് എത്തേണ്ട വ്യൂ പോയിന്റ് അതല്ല, അത് അതിന്റെ അപ്പുറത്താണ് ഗൈസ്. ഇനി നമ്മളവിടെ എത്തണമെങ്കിൽ ഈ കാടിന്റെ ഇടയിൽ കൂടി പോയിട്ട് വേണം. ഇവിടുത്തെ ഒരു പുല്ലിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരാളുടെ വലിപ്പമുണ്ട് ഗൈസ്. ഒന്ന് തല പൊക്കിയാൽ പോലും നേരെ വണ്ണം കാണൂല. ഹൊറിബിളാണ് ഗൈസ്, ഹൊറിബിളാണ്. എന്താണ് ഈ വരുന്നത്? ഇത് കണ്ടോ, നമ്മളൊരു 5-6 ആൾക്കാരുണ്ടായിട്ടും ഇവിടുന്ന് തല പൊക്കി നോക്കിയ പൊരുത്തിനെ പോലും കാണുന്നു. അവനവന്റെ ജെയ്സി അങ്ങനെ ഇടാൻ കാരണം വേറെ ഒന്നല്ല ഗൈസ്, ആ ഇല കൊണ്ടിട്ടുള്ള മുറിയാവല. ഞാൻ ഇതുപോലെ ഫുൾ സ്ലീവ് ടീഷർട്ട് ഇട്ടുകൊണ്ട് വലിയ സീൻ ഉണ്ടായില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അവസാനത്തെ വ്യൂ പോയിന്റിൽ എത്തി ഗൈസ്. ഇവിടെ എത്തിയപ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലം വ്യൂ ആണ് ഗൈസ്. നമ്മളെത്തി നല്ല ഡേഞ്ചർ ആട്ടോ ഗൈസ്. ആ കാണുന്ന ഡാമാണ് ചെറുതോണി ഡാം. നമ്മൾ എത്തിയപ്പോ തന്നെ അത്യാവശ്യം ഇരുട്ടായതുകൊണ്ട് തന്നെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് കാണാൻ പറ്റിയത് ഗൈസ്. പക്ഷെ ഡാമിന്റെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലം വ്യൂ ആണ് ഗൈസ്. അങ്ങനെ നമ്മളെ 3ാമത്തെ ചലഞ്ച് ആയി ഗൈസ്. നമ്മൾ ഈ ഇരുട്ടത്തി കാട്ടിലൂടെ തിരിച്ചു പോകണം ഗൈസ്. സമയം ഏകദേശം 7 മണിയായി ഗൈസ്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാല് ഫോണിലാണെങ്കിൽ 15% ചാർജ്. ഫ്ലാഷ് ഓൺ ആക്കണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കണം. അല്ല മുള്ളുണ്ട് അവിടെ. അമ്പോ ഇവിടെ കൂടി ഉണ്ട് കേട്ടോ നമ്മളെ. അങ്ങനെ എത്താറായി. വണ്ടി പോട്ടെ. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ അടിയിൽ എത്തി ഗൈസ്. എത്തി ഗൈസ്. റോഡ് കണ്ടു. പുതിയ റൂട്ടാണ് ഗൈസ്, പുതിയ റൂട്ട്. നമ്മൾ അഡ്വഞ്ചർ മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ. അതെ ഗൈസ്, അഡ്വഞ്ചർ ആഗ്രഹിച്ചപ്പോ ഈ അവസ്ഥ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്